ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സ്വന്തം മകനേക്കാൾ സ്നേഹമാണ് ഈ അമ്മായിയമ്മയ്ക്ക് സച്ചിയോട്. സച്ചിദാനന്ദൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. വിഷം കലർന്ന ഭക്ഷണം മനഃപൂർവ്വം തന്നതാണെന്ന് കരുതുന്നുണ്ടോ? ഇല്ല സർ, ഒരിക്കലുമില്ല. ദെൻ ഒബ്ജക്ഷൻ ഓവർറൂൾഡ്. കോടതിയിലെ കേസിന്റെ വാദം തുടങ്ങി കാണും. മൂർത്തി ഇപ്പോ എന്നെ തിരക്കി നടക്കുന്നുണ്ടാവും. ഞാൻ ഇല്ലെന്ന് അവൻ പറഞ്ഞു കാണും. ടെൻഷൻ കൊണ്ടുള്ള വിളിയായിരിക്കും ഇത്. വിളിക്കട്ടെ, കാര്യങ്ങളൊക്കെ APP നോക്കിക്കോളും. എന്താ? ഏയ്, വാ. കേസ് നമ്പർ 12-16/2026. പ്രതി കമല. കോടതി സമക്ഷം സത്യം മാത്രമേ പറയൂ. കോടതി സമക്ഷം സത്യം മാത്രമേ പറയൂ. യെസ്. ബെയിൽ ആപ്ലിക്കേഷൻ ടേക്കൺ അപ്പ്. ഡിഫൻസ്. യുവർ ഓണർ, വുമൺ എംപവർമെന്റിന്റെ കാലമാണിത്. എല്ലാ അമ്മമാരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സമൂഹമാണ് നമ്മുടേത്. ഇവിടെ ഒരു അമ്മ ഈ പ്രതിക്കൂട്ടിൽ തന്റെ ജാമ്യത്തിന് വേണ്ടി നിൽക്കുവാണ്. BNS 103 അനുസരിച്ച് മനഃപൂർവ്വമുള്ള നരഹത്യയാണ് എന്റെ കക്ഷിക്ക് മേൽ ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ 100% ഉറപ്പോടുകൂടി ഞാൻ പറയുന്നു, എന്റെ കക്ഷി നിരപരാധിയാണ്. ഇത് നിരപരാധിത്വം തെളിയിക്കാനുള്ള ഘട്ടമല്ല എന്നെനിക്ക് ബോധ്യമുണ്ട്. ഡിഫൻസ് എന്താ ഉദ്ദേശിക്കുന്നേ? ഒരാൾ മരിച്ചില്ലേ? യെസ് യുവർ ഓണർ, ഞാൻ അതിലേക്കാണ് വരുന്നത്. പഴങ്കഞ്ഞി കടയിലുണ്ടായ ദുരന്തത്തിൽ ഒരാൾ മരിച്ചു. മറ്റൊരാൾ മരണത്തിന്റെ മുറ്റം വരെ പോയി തിരികെ വന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അയാൾ രക്ഷപ്പെട്ടത്. അയാളുടെ പേര് മിസ്റ്റർ സച്ചിദാനന്ദൻ എന്നാണ്. പക്ഷെ അയാൾ ആരാണെന്ന് അറിയുമ്പോ കോടതിക്ക് സത്യം മനസ്സിലാവും. Then, who is he? ആരാണ് അയാൾ? മിസ്റ്റർ സച്ചി, കോടതിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഇതാണ് സച്ചിദാനന്ദൻ എന്ന സച്ചി. ഇയാളാണ് ഭക്ഷ്യവിഷബാധ ഏറ്റ് മരണാസന്നനായി ഹോസ്പിറ്റലിൽ കിടന്നിട്ട് രക്ഷപ്പെട്ടു വന്നത്. ഇയാൾ മരിച്ചുവെന്ന് ചാനലിൽ വരെ ന്യൂസ് വന്നതാണ്. പക്ഷെ ഇയാൾ ഈ നിൽക്കുന്ന അമ്മയുടെ മകളുടെ ഭർത്താവാണ്. യുവർ ഓണർ, ഈ സംഭവം നടക്കുന്ന ദിവസം ആദ്യമായി ആ പഴങ്കഞ്ഞി കടയിൽ നിന്ന് ഈ അമ്മ സ്നേഹപൂർവ്വം പഴങ്കഞ്ഞി നൽകിയത് സ്വന്തം മരുമകനായ സച്ചിക്കാണ്. മനഃപൂർവ്വം ആളെ കൊല്ലാൻ വേണ്ടി പഴങ്കഞ്ഞിയിൽ വിഷം ചേർത്തതായിരുന്നെങ്കിൽ ഈ അമ്മ ആദ്യവതി നിൽക്കുന്ന സച്ചിക്ക് തന്നെ കൊടുക്കുമായിരുന്നോ? ഒരിക്കലുമില്ല. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഓൺ വാട്ട് ഗ്രൗണ്ട്? യുവർ ഓണർ, മരുമകൻ അബദ്ധത്തിൽ ആദ്യം വന്ന് കഴിച്ചു പോയതാണ്. അയാളും ഇവരും തമ്മിൽ അത്ര രസത്തിലായിരുന്നില്ല. നോ യുവർ ഓണർ, സച്ചിയുടെ മകൾ പോലും ആ വീട്ടിലാണ് താമസിക്കുന്നത്. സ്വന്തം കുട്ടിയെയും അനുജന്റെ കുട്ടിയെയും സ്കൂളിൽ കൊണ്ടുപോകാനാണ് സച്ചി അന്ന് അവിടെ എത്തിയത്. സ്വന്തം മകനേക്കാൾ സ്നേഹമാണ് ഈ അമ്മായിയമ്മയ്ക്ക് സച്ചിയോട്. സച്ചിദാനന്ദൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. വിഷം കലർന്ന ഭക്ഷണം മനഃപൂർവ്വം തന്നതാണെന്ന് കരുതുന്നുണ്ടോ? ഇല്ല സർ,
ഒരിക്കലുമില്ല. Then objection overruled. Defense may continue. താങ്ക് യു യുവർ ഓണർ. യുവർ ഓണർ, ഭക്ഷ്യവിഷബാധ ഉണ്ടായി എന്നത് സത്യമാണ്. ഭക്ഷണത്തിൽ ആരോ വിഷം കലർത്തിയിരുന്നു എന്നതും സത്യമാണ്. എന്നാൽ ഭക്ഷ്യവിഷബാധയിൽ മരിച്ച വക്കച്ചൻ യഥാർത്ഥത്തിൽ മരിച്ചിട്ടുള്ളത് ഭക്ഷണത്തിൽ കലർന്ന വിഷം കൊണ്ടല്ല. അതിനുള്ള എവിഡൻസായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ ഈ കോടതിയിൽ സമർപ്പിക്കുന്നു. അത് മാത്രമല്ല യുവർ ഓണർ, പത്രത്തിൽ വന്ന ഈ വാർത്തയും അങ്ങ് കണ്ടു കാണും. അങ്ങയുടെ ശ്രദ്ധയിലേക്കായിട്ട് പത്രം ഈ കോടതിക്ക് മുമ്പാകെ ഞാൻ സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറായ ശാലിനി മാഡം ഒരു ദിവസം രുചികരമായ ഈ ആഹാരം കഴിക്കാൻ എന്റെ കക്ഷിയുടെ പഴങ്കഞ്ഞി കടയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കഴിച്ച ആഹാരത്തിന്റെ രുചിയെക്കുറിച്ച് അവർ സന്തോഷത്തോടുകൂടി മറ്റുള്ളവരോട് സംസാരിക്കുകയും ചെയ്തു. ആ വാർത്ത വൈറലായ പത്രമാണ് ഇപ്പൊ അങ്ങയുടെ കയ്യിലിരിക്കുന്നത്. ആർക്കെങ്കിലും വിഷം കലർത്തി കൊടുക്കാനാണെങ്കിൽ ഒരമ്മ സ്വന്തം മരുമകന് ആ വിഷം കലർത്തിയ ഭക്ഷണം കൊടുക്കുവോ? ഒരിക്കലുമില്ല. സ്വന്തം വീട്ടുമുറ്റത്ത് ഇങ്ങനെ ഒരു കട നടത്താൻ അവർ ധൈര്യപ്പെടുവോ? യഥാർത്ഥത്തിൽ അന്ന് കൂടുതൽ മരണങ്ങൾ നടക്കേണ്ടതായിരുന്നു യുവർ ഓണർ. കാരണം ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും കഴിക്കേണ്ടിയിരുന്നതും ആ ഭക്ഷണം തന്നെയായിരുന്നു. അവർ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഈ അപകടം സംഭവിച്ചതുകൊണ്ട് മാത്രമാണ് അവരത് കഴിക്കാതിരുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന എന്റെ ഈ കക്ഷി പോലും ജീവനോടെ കാണില്ലായിരുന്നു. ബട്ട് യുവർ ഓണർ, യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ചതി നടന്നിട്ടുണ്ട്. ഇവരോടും ഈ കടയോടുമുള്ള എന്തോ വൈരാഗ്യം കൊണ്ട് ഇവരറിയാതെ ആരോ ആ വീടിനകത്ത് കയറി തലേ ദിവസം രാത്രി ആ പഴങ്കഞ്ഞിയിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. അതിനെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്താൻ കൂടി ഈ കോടതി ഉത്തരവിടണമെന്നാണ് എന്റെ അപേക്ഷ. യുവർ ഓണർ, ഒരു കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ട ഒരു അമ്മയാണിത്. സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീ സുരക്ഷിതത്വത്തിനും ഇക്വാലിറ്റിക്കും വേണ്ടി ഒരുപാട് നിയമങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ഈ രാജ്യത്ത് നിരപരാധിയായ ഒരു സ്ത്രീ, ഒരമ്മ, ജാമ്യം കിട്ടാതെ ജയിലിനകത്ത് കിടക്കുന്നത് ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല യുവർ ഓണർ.